മൊബൈൽ എൻ്റെ LCD ഉണ്ട്. ഫ്രണ്ടിൽ നിൽക്കുന്ന ക്യാമറ ആ സൈഡിൽ നിൽക്കുന്ന ക്യാമറ ബാക്കിലോട്ട് അവിടെ നിന്ന് എടുത്തു. അല്ല നിങ്ങളുണ്ട് വീഡിയോ എല്ലാ സാധനങ്ങളും ഇപ്പോൾ വായിച്ച് കളിപ്പിച്ചു. നിങ്ങൾക്ക് മീഡിയയിൽ ഞാൻ കണ്ടു, നിങ്ങൾക്ക് ഈ വീട്ട് ഈ മണ്ണിൽ തന്നെ നിൽക്കണം. ഇവർക്ക് ഇത് ബൈജു നമ്മുടെ തിരുവനന്തപുരം ബോബി ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രസിഡന്റാണ്. ഞാൻ ഇന്നലെ എറണാകുളത്തുണ്ടായിരുന്നു. അപ്പോൾ ബോബി ഫാൻസിന്റെ ഹെഡുകൾ പറഞ്ഞു, ഈ പല മീഡിയകളിലും ഞാൻ കണ്ടു, ഇവർക്ക് പല ഓഫറുകളും വന്നിട്ടുണ്ട്. ഐ റിയലി അപ്രിഷിയേറ്റ്. പലരും സഹായങ്ങളായിട്ട് ഇവിടെ എത്തിയതിനെ അഭിനന്ദിക്കുന്നു. പക്ഷെ പല മീഡിയകളിലും കണ്ടു ഇവരുടെ അച്ഛനമ്മ ഉറങ്ങുന്ന ഈ മണ്ണിൽ തന്നെ ഇവർക്ക് ജീവിക്കണം, അതാണ് ഇവരുടെ ആഗ്രഹം. ഇവിടുന്ന് ഇറങ്ങാൻ അവരുടെ വികാരം സമ്മതിക്കുന്നില്ല എന്നുള്ള കണ്ടു. പത്രത്തിലൊക്കെ കൈ ചൂണ്ടി നിൽക്കുന്നതും ശവസംസ്കാരം നടത്തുന്നതൊക്കെ ഞാൻ കണ്ടു. സത്യത്തിൽ കണ്ണു നിറഞ്ഞു പോയി. എൻ്റെ മാത്രമല്ല, കേരളക്കരയുടെ എല്ലാവരും വളരെ കണ്ണീരിലാഴ്ത്തിയ വലിയൊരു സംഭവമാണ്. അപ്പോൾ ബോബി ഫാൻസ് പറഞ്ഞ് ഇങ്ങോട്ട് വരണം, ഇവരുമായിട്ട് സംസാരിച്ചു. അപ്പോൾ അവരുടെ വികാരം ഇവിടെ തന്നെ നിൽക്കണം എന്നുള്ളതാണ് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും നമുക്ക് അതിനു വേണ്ടി ശ്രമിക്കാം. അതിൻ്റെ പേരിലാണ് ഇന്ന് പുലർച്ചെ ഞാൻ തിരുവനന്തപുരത്തെത്തി. വസന്ത അല്ലേ സ്ത്രീയുടെ, വസന്ത എന്ന് പറഞ്ഞ സ്ത്രീയുടെയാണ് ഈ വീട് എന്ന് മനസ്സിലാക്കിയപ്പോൾ അവരുടെ വീട്ടിൽ പോയി സംസാരിച്ചു. 2-3 മണിക്കൂർ മുമ്പ് വരെ അവിടെയായിരുന്നു. അവരുടെ വീട്ടിൽ സംസാരിച്ചു. അതിനൊരു വില പറഞ്ഞുകൊണ്ട് അത് കച്ചവടമാക്കി. അവർ എല്ലാ കേസും പിൻവലിക്കാമെന്നും അതിൻ്റെ കച്ചവടം പറയുകയും അതിനൊരു എമൗണ്ട് അഡ്വാൻസ് കൊടുക്കുകയും അതിൻ്റെ ഒരു ഡോക്യുമെൻ്റ് എഴുതുകയും ചെയ്തിട്ടാണ് വരുന്നത്. അത് പ്രകാരം ബോബി ഫാൻസ് അറിയിച്ച പ്രകാരം ഇവരുടെ വികാരം വീഡിയോകളിൽ കണ്ട പോലെ ഇവിടെ തന്നെ അവർക്ക് അന്തി ഉറങ്ങണം എന്നുള്ളത് കൊണ്ട് ആ ഒരു ചടങ്ങ് നടത്താൻ വേണ്ടി ഈ ഒരു വീടിൻ്റെ ഉടമസ്ഥാവകാശം ഏൽപ്പിക്കാൻ വേണ്ടിയാണ് വന്നത്. മാത്രമല്ല ഒന്ന് ക്ഷണിക്കാനും കൂടിയാണ്. ഈ വീട് ഒന്ന് പൊളിച്ചു പണിത് നല്ല രീതിയിലാക്കണമെന്നും അതുവരയ്ക്ക് എൻ്റെ കൂടെ തൃശ്ശൂർ ശോഭ സിറ്റിയിൽ എൻ്റെ ഒപ്പം താമസിക്കാമെന്നും ക്ഷണിക്കാൻ കൂടിയാണ് വന്നിട്ട്. ഈ വീടിൻ്റെ പണി കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും തിരിച്ചിവിടെ വരാം. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും ബോബി ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ട്. ഞങ്ങൾ മാത്രമല്ല, ഇവിടെ എല്ലാവരും ഇവരെ സഹായിക്കാൻ മുമ്പോട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും ഞാൻ അഭിനന്ദിക്കുകയാണ്. ഞാനൊക്കെ എത്തനേക്കാൾ മുമ്പ് എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ ഇത്തിരി വൈകിയാണ് അറിഞ്ഞത്. ബോബി ഫാൻസ് ഇടപെട്ട് ഇവരുമായിട്ട് സംസാരിച്ചു, ഈ സ്ത്രീയുമായിട്ട് സംസാരിച്ചു, ആ സ്ത്രീയുടെ സഹോദരന്മാരുമായിട്ട് സംസാരിച്ചു. അങ്ങനെയാണ് ഈ ഒരു ഡെവലപ്മെന്റ് ഉണ്ടായത്. ഈ പുതുവർഷത്തിൽ ഇത് ചെയ്യാൻ എനിക്ക് എൻ്റെ കഴിവല്ല, ദൈവം തരുന്നു. ദൈവം എന്നെ തിരഞ്ഞെടുത്തതിൽ അതിയായ സന്തോഷമുണ്ട്. അപ്പോൾ സന്തോഷത്തിൽ കൂടെ വരാൻ സാധിക്കുന്നെങ്കിൽ വരാം. അതല്ല, അതിനിടയ്ക്ക് പറഞ്ഞു കേട്ടു ഇവിടുത്തെ മരിച്ച് ഇത്രയും ദിവസം എന്തോ ചടങ്ങുകളും കാര്യങ്ങളും ഉണ്ട്, അത് കഴിഞ്ഞിട്ട് വരണേനെ കുറിച്ച് ആലോചിക്കാമെന്നുള്ളതും ബന്ധപ്പെട്ട ആരോ സംസാരിക്കുകയുണ്ടായി. ഇതാണ് ഞാനിവിടെ വരാനുള്ള കാരണം. സാർ കാണിച്ച ഈ നല്ല മനസ്സിന് എനിക്ക് ഒരുപാട് നന്ദിയും ബഹുമാനമുണ്ട്. പക്ഷേ ഇത് സർക്കാർ ഇപ്പോൾ കേസിൽ കിടക്കുന്ന ഭൂമിയാണ്. കാരണം സർക്കാരിന് മാത്രമേ ഇത് പട്ടയം നൽകാൻ അവകാശമുള്ളൂ. അതിനാൽ സർക്കാർ മാത്രം ഞങ്ങൾക്ക് പട്ടയം തന്നാലേ ഇവിടെ ഞങ്ങൾക്ക് താമസിക്കാൻ അവകാശമുള്ളൂ. ഇതിപ്പം വസന്ത എന്ന് പറയുന്ന സ്ത്രീയല്ലേ സാറിന് പൈസയൊക്കെ കൊടുത്ത് സെറ്റിൽമെൻ്റ് ആയത്. പക്ഷേ സർക്കാർ ഇനി എന്തെങ്കിലും വന്ന് ഞങ്ങളെ ഇവിടെ നിന്ന് ഇറക്കി വിടും. കാര്യം ഞങ്ങളുടെ പേരിൽ പട്ടയമോ വേറെ രേഖയോ ഒന്നുമില്ല. അവർ ഈ വ്യാജ പട്ടയമാണ് സാറിന് നൽകിയിരിക്കുന്നത്. സാറിനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ആ സ്ത്രീ നൽകിയിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് വ്യാജ പട്ടയമാണെങ്കിൽ ഇപ്പൊ എനിക്ക് തന്ന എഗ്രിമെന്റും അവർ കാണിച്ച രേഖകളും പട്ടയങ്ങളും എല്ലാ കടലാസും വ്യാജമാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെതിരെ ഫൈറ്റ് ചെയ്യുകയും അതുപ്രകാരം കോടതിയിൽ നിന്ന് സത്യസന്ധമായ രീതിയിൽ അത് നിങ്ങൾക്ക് വാങ്ങിത്തരുന്ന വരെ ഞാനും തിരുവനന്തപുരം ബോബി ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റും നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്നറിയിക്കുന്നു. പക്ഷേ ഞാനും വക്കീലും കൂടിയാണ് പോയത്. എവിടെയാണ് വക്കീൽ? ഉണ്ട്. പോയി അദ്ദേഹം പരിശോധിച്ചതിന്റെ പ്രകാരവും ഒക്കെ കണക്കിലെടുക്കുമ്പോൾ അതെല്ലാം ആണെന്ന് പറയുന്നു. എനിക്കറിയില്ല, എനിക്ക് നിയമത്തിന്റെ കാര്യങ്ങൾ. ഇനി അല്ല, ആ സ്ത്രീ പറയുന്നത് നുണയാണ്, എനിക്ക് എഴുതി ഒപ്പിട്ട് തന്നിട്ടുള്ളത് തെറ്റാണെങ്കിൽ ഞാൻ കൊടുത്ത പൈസ അതൊന്നും പ്രശ്നമല്ല. ഇത് പ്രകാരം ഇത് എന്തെങ്കിലും അസാധുവാണെങ്കിൽ അതിനു വേണ്ടുന്ന എല്ലാ നിയമ നടപടികളും സ്വീകരിച്ച് നിങ്ങൾക്ക് കോളനി നിയമവ്യവസ്ഥ വെച്ച് ഒരാൾക്ക് 4 സെന്റ് പട്ടയം ഈ കോളനിയിൽ ഒരാൾക്ക് 4 സെന്റ് സ്ഥലം പട്ടയത്തിൽ എഴുതിയിട്ടുണ്ട്. ഈ കോളനി വിൽക്കാനോ വാങ്ങാനോ നിയമവ്യവസ്ഥയില്ല. ഒരാൾക്ക് ഇത് സ്ഥിരമായിട്ട് അനന്തരാവകാശികൾക്ക് മാത്രമേ കൈമാറ്റം ചെയ്യാനും വിൽക്കാനും പാടുള്ളൂ. അത് മാത്രമല്ല, ഈ വസന്ത എന്ന സ്ത്രീ
2 കോളനി വീട് ഇടിച്ചു കളഞ്ഞിട്ടാണ് ഒറ്റ വീട് വെച്ചിരിക്കുന്നത്. പണ്ട് താമസിച്ച സുകുമാരൻ നായർ, വസുമതി, പിന്നെ കമല, വിമല എന്നിവരെ പേരിലാണ് പട്ടയം ഉള്ളത്. ഇവരെ പേരിൽ ഒരു രേഖയില്ല. പട്ടയം എവരതാണെന്ന ഇവരെ സ്ഥലമാണോ ഇതൊന്നും ഒന്നുമില്ല. അനധികൃതമായിട്ടാണ് ഇവരിപ്പോ ഈ സ്ഥലം വെച്ചിരിക്കുന്നത്. ഇവരെ പേരിൽ ഒരു രേഖയില്ല. അത് മാത്രമല്ല, അവരല്ല സാറേ തരേണ്ടത്, ഇത് ഞങ്ങൾക്ക് സർക്കാരാണ് തരേണ്ടത്. അവര് പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. അപ്പൊ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ സ്ത്രീ കേസ് കൊടുത്ത പ്രകാരം കോടതിയിൽ നിന്നുള്ള വിധി പ്രകാരമല്ലേ ഇവിടെ നിങ്ങൾ ഒഴിപ്പിക്കാൻ വന്നത്? ഈ വസന്ത കൊടുത്ത കടലാസും കോടതി വിധിയും തെറ്റാണെന്നാണ് പറയുന്നത്. ഞങ്ങൾക്ക് സ്റ്റേ ഓർഡർ കിട്ടിയിരുന്നു. സ്റ്റേ കിട്ടിയിരുന്നു. അറിയാതെയാണ് അവര് വന്നത്. ഞങ്ങൾ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ കോടതി വിധി വന്നപ്പോ നിങ്ങൾ അതിനുശേഷം സ്റ്റേ കിട്ടിയിരുന്നു. ഓക്കെ, നമുക്ക് ഇതൊക്കെ പരിശോധിക്കാം. എനിക്ക് കോളനിയുടെ നിയമം എന്തോ ഇതൊന്നും എനിക്കറിയില്ല. ഇവരുടെ പേപ്പറുകളൊക്കെ കാണിച്ചു തന്നു. അത് പ്രകാരം എനിക്ക് പറയാനുള്ളത്, സാർ ഈ പട്ടയം അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കണം. കൊടുത്തിട്ട് ആ പൈസ വാങ്ങിച്ച് പാവപ്പെട്ട ജനങ്ങളെ അങ്ങ് സഹായിക്കണം. പാവപ്പെട്ട ജനങ്ങൾ തെരുവിലും എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടല്ലോ, അവർക്ക് തന്നെ സാറ് ആ പൈസ വാങ്ങിച്ച് മാനിക്കുന്നു. അതിനാൽ സാറ് ആ പൈസ തിരിച്ചു വാങ്ങണമേ എന്നാണ് ഞാൻ താഴ്മയെ അപേക്ഷിക്കാനുള്ളത്. സാറിനെ വരെ ഇപ്പം ആ സ്ത്രീ ഇപ്പം തെറ്റിദ്ധരിപ്പിച്ചാണ് ഇത്ര കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോഴേ അവരെ ആ കടലാസുകളൊക്കെ നമ്മൾ കണ്ടത് പരിശോധിക്കണം. അവര് കള്ളത്തരം അങ്ങനെ സാറിനെ വരെ അവര് തെറ്റിദ്ധരിപ്പിച്ചാണ് ഇപ്പം വെച്ചിട്ടുള്ളത്. ഡോക്യുമെന്റ് കണ്ടതല്ലേ? അല്ല, അതിലുണ്ട് കേട്ടോ ഡോക്യുമെന്റ്. പിന്നെ ഒരു കാര്യം ചോദിച്ചോട്ടെ, എനിക്കിപ്പോൾ ഇവിടെ വന്നപ്പോൾ നിങ്ങളുടെ സംസാരത്തിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മാധ്യമങ്ങളിൽ കൂടെയൊക്കെ അറിഞ്ഞത്. നിങ്ങൾക്ക് പല പല ഓഫറുകൾ വന്നപ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ പേരൻസ് അന്തി ഉറങ്ങുന്ന ഈ മണ്ണ് വിട്ടു പോകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞത് സത്യമാണോ? ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യമുണ്ട്. അതിന് നിങ്ങൾക്ക് വേണ്ടുന്ന, ഞാനല്ല ആര് തന്നെയായാലും നിങ്ങൾക്ക് ഇവിടെ താമസിക്കാനും ഇത് നിങ്ങളുടെ ആവാനും വേണ്ടിയിട്ട് ഇത് പ്രകാരം, ഇത് നിയമപ്രകാരമാണെങ്കിൽ ഇതോടുകൂടെ പ്രശ്നം തീർന്നു. അല്ലെങ്കിൽ നിയമപ്രകാരമല്ല, ഇതിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ ഇതിനു വേണ്ടി പരിശ്രമിക്കുന്നതിൽ തെറ്റുണ്ടോ? നിങ്ങളുടെ പറഞ്ഞ സത്യമല്ലേ നിങ്ങൾക്ക് ഇവിടെ താമസിക്കണമെന്ന്? അതിന് നമ്മൾ തീർച്ചയായിട്ടും ഉണ്ട്. ഇത് വീണ്ടും നാളെ തന്നെ പരിശോധിക്കും. എല്ലാ രേഖകളും താലൂക്ക് ഓഫീസർ എല്ലാ അതോറിറ്റിയിലും പോയി അനുസരിച്ച് ഇത് പ്രകാരം ഞങ്ങൾക്ക് തന്ന എഗ്രിമെന്റ്, ആ സ്ത്രീ ഒപ്പിട്ട് ഞാൻ പൈസ കൊടുത്തു വാങ്ങിയ എഗ്രിമെന്റ് പ്രകാരം, കച്ചവടമാക്കിയത് പ്രകാരം എന്തെങ്കിലും എന്നെ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ നിയമ നടപടികൾ സ്വീകരിക്കുകയും അല്ലെങ്കിൽ ഇത് നിങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരം നിങ്ങളിത് ഏൽപ്പിക്കുകയും ചെയ്യുന്നതായിരിക്കും. എന്തായാലും നിങ്ങളുടെ ആഗ്രഹം സാക്ഷാത്കരിക്കാൻ വേണ്ടിയാണ് ഞാനും ഇവിടുത്തെ തിരുവനന്തപുരം ബോബി ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റും ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നത്. അതിന് വിരോധമില്ലല്ലോ? ഓക്കെ, അപ്പൊ നിങ്ങളുടെ നല്ല മനസ്സിന് നന്ദി. നമ്മളെ ചീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഞങ്ങളെ പറ്റിച്ചിട്ടാണ് കാശ് വാങ്ങിയത്, കള്ളാധാരമാണോ പട്ടയില്ലാത്തതാണെങ്കിൽ അവർക്കെതിരെ ഞാൻ കേസ് കൊടുക്കും. അതിന് ഏതറ്റം വരെ പോയിട്ട്, ഏത് സുപ്രീം കോടതി വരെ പോയിട്ടായാലും അതിന്റെ ഞാൻ ഇറങ്ങിയ ഉദ്യമം നമ്മൾ ഇതുവരെ ഇറങ്ങിയിട്ട് ഒക്കെ നടന്നിട്ടുണ്ട്. സത്യസന്ധമായിട്ട് അതിന്റെ അറ്റം വരെ പോയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതിന്റെ അറ്റം വരെ പോയി പ്രവർത്തിച്ചിട്ട് ഈ ഭൂമി, ഈ മണ്ണ്, നിങ്ങളുടെ പേരൻസ് ഇറങ്ങുന്ന ഈ മണ്ണ് നിങ്ങൾക്കുള്ളതാണ്. അത് നിങ്ങളുടെ അവകാശമാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ കിട്ടണം എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പൊ നിങ്ങൾ ഇപ്പൊ ഇത് സ്വീകരിക്കുന്നില്ലെങ്കിൽ ബോബി ചെമ്മണ്ണൂരിന്റെ ആ മഹാമനസ്കതയെ സ്നേഹപൂർവ്വം വേണ്ടെന്ന് വെക്കുകയാണ് നെയ്യാറ്റിൻകരയിലെ ആ കുട്ടികൾ. നിയമപ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി അത് കേസുമായി മുന്നോട്ട് പോകുന്ന ഒരു വസ്തു എങ്ങനെ വാങ്ങി അത് തങ്ങൾക്ക് നൽകാൻ കഴിയുമെന്ന ചോദ്യമാണ് ആ കുഞ്ഞുങ്ങൾ ഉയർത്തുന്നത്. അതേസമയം ബോബി ചെമ്മണ്ണൂരിന്റെ നല്ല മനസ്സിന് നന്ദിയും അവർ അറിയിക്കുന്നുണ്ട്. വാർത്തയ്ക്കൊപ്പം പൂർണ്ണമാകുന്നു. ഇനി ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ ഇതുവരെ കാണാം. നമസ്കാരം. സൂപ്പർ തിളക്കം, അകത്തുനിന്നും